വൈലത്തൂർ പാപ്പാൻ്റെ ഒരു ക്ലിപ്പ് ആരൊക്കെ പുറത്തുവിട്ട് എന്തൊക്കെയോ ചിത്രീകരിക്കുന്നൊരു കാലമാണ്. സുബ്ഹാനല്ലാഹ്. വൈലത്തൂർ പാപ്പ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു. അതിലുള്ളത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ലോകത്തിൻ്റെ ഇക്കാലം വരെ എന്നോട് തുല്യമായ ഒരാളില്ല എന്നാണ്. അതിൻ്റെ ആശയം അതാണ്. ആ ആശയം വൈലത്തൂർ പാപ്പ നിർബന്ധിതനായി പറഞ്ഞതാണ്. കാരണം എന്നോട് വൈലത്തൂർ പാപ്പ പറഞ്ഞിട്ടുണ്ട്, CM വലിയുള്ളാഹി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് സമൂഹത്തോട് പറയണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞതാണ്. CM വലിയുള്ളാഹി വൈലത്തൂർ പാപ്പാനോട് പറഞ്ഞത് മുഴുവനും സമൂഹത്തോട് പറയണമെന്ന് വൈലത്തൂർ പാപ്പാനോട് പറഞ്ഞു എന്ന് വൈലത്തൂർ പാപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വൈലത്തൂർ പാപ്പ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ യഥാർത്ഥ ഖലീഫയാണ്, പ്രതിനിധിയാണ്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, CM വലിയുള്ളാഹി പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വൈലത്തൂർ പാപ്പ പറഞ്ഞിട്ടില്ല. അറിയാത്തത് കൊണ്ടല്ല, ഉൾക്കൊള്ളാൻ പ്രയാസമായി പോകും. അതുകൊണ്ടാണ്. അതെല്ലാം പുറത്തുവിട്ട് പ്രശ്നമാക്കുന്ന ആളുകളുണ്ട്. കള്ളത്തൊരീഖിൻ്റെ പേരും ത്വരീഖത്തിൻ്റെ പേരും പറഞ്ഞ് എന്തെല്ലോ പുറത്തുവിടുന്നവരുണ്ട്. വൈലത്തൂർ പാപ്പ പറഞ്ഞതുകൊണ്ട് അങ്ങനൊന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വൈലത്തൂർ പാപ്പയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി എന്നോട് പറഞ്ഞത്, അവർ എൻ്റെ മുരീദാണ്, അവർ പറയും പോലെ ചെയ്യുക എന്നാണ്. അവർ എൻ്റെ മുരീദാണ്, അവർ പറയും പോലെ ചെയ്യുക എന്നാണ്. അവിടുന്ന് വഫാത്താകുന്നത് വരെ അവിടുന്ന് പറഞ്ഞ രൂപത്തിലല്ലാതെ ഞങ്ങളാരും നീങ്ങിയിട്ടില്ല. നമ്മുടെ പരിപാടിയിലേക്കൊക്കെ നമ്മളെല്ലാ കാര്യത്തിലും നമ്മളാദ്യം പോയി പറയാറുള്ളത് വൈലത്തൂർ പാപ്പാനോടാണ്, CM വലിയുള്ളാഹിയുടെ ശേഷം. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. അതിലൊന്നിനും നഷ്ടവും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും അത് നടക്കുന്നത് നമ്മൾ അനുഭവിച്ചതാണ്. വിശാലമായ ലോകമാണ് ആ ജീവിതം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സംഘടനാ രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക മറ്റു കാര്യങ്ങളിലും അതുപോലെ തന്നെ വ്യക്തിജീവിതം ശുദ്ധമായ ആബിദായിരുന്നു, വലിയായിരുന്നു. 1000 ആളുകളുണ്ടെങ്കിൽ 1000 ആളുകൾക്കും ആ പരിചയക്കാർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. സഹോദരങ്ങളെ, വൈലത്തൂർ പാപ്പാനെ പറ്റി ആ മഹാനവറുകളുടെ നാവ് കൊണ്ട് CM പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ CM അത് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്തത് പറയുന്ന ആളല്ല CM വൈലത്തൂർ പാപ്പ. ആരാണ് ആ ക്ലിപ്പ് പുറത്തുവിട്ടത് എന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ പറയുന്നത് CM വലിയുള്ളാൻ ആ പേരിൽ പരിഹസിക്കുന്നവരുണ്ട്. ബിദ്അത്തുകാരുടെ പട്ടിക പോകട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നെപ്പോലത്തെ ഒരാളില്ല എന്ന് പറയുന്ന ഒരു വലിയ മഹാപണ്ഡിതനുണ്ടെങ്കിൽ ആ CM വലിയുള്ളാഹി തങ്ങൾ ശരീഅത്ത് പഠിച്ച പണ്ഡിതനാണ്. അമ്പിയാക്കൾ അതിൽ നിന്ന് പുറത്താണെന്നത് കാര്യം ഉറപ്പാണ്. കാരണം അമ്പിയാക്കളെ സ്ഥാനത്തേക്ക് ഏത് വലിയും എത്തുകയില്ല. ഇത് ഇജ്മാ ആണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസമാണ്. ബിദ്അത്തുകാരാണ് നബിമാരെക്കാൾ വലിയ ഔലിയാക്കൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ബിദ്അത്തുകാരാണ്. അപ്പോൾ നബിമാരതിൽ നിന്ന് പുറത്തുപോയി. പിന്നെ സഹാബാക്കൾ ആ സ്ഥാനത്തേക്കെത്തുന്ന വലിയ ഔലിയാക്കളില്ല എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം. സഹാബാക്കളും അതിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ നബിമാരും സഹാബിമാരും കഴിച്ച് ബാക്കിയുള്ള ഔലിയാക്കളിൽ നിന്ന് എന്നെ പോലത്തെ ആളുകളില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ പോലത്തത് എന്നവിടെ പറഞ്ഞിട്ടില്ല. എന്ത് വിഷയത്തിൽ പോലത്തെ ആളില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. അത് വൈലത്തൂർ പാപ്പയും വിശദീകരിച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് കടക്കേണ്ട ആവശ്യം നമുക്കില്ല. അതെടുത്തുകൊണ്ടും ജിലാനിയേക്കാൾ വലിയ ആളാണെന്നും അല്ലെങ്കിൽ മറ്റു വലിയനേക്കാൾ വലിയ ആളാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. എന്ത് വിഷയത്തിൽ എന്ന് പറയാത്ത കാലത്തോളം അത് ബഹുമാനത്തിൻ്റെ വാക്കാണെന്നും കൂടെ മനസ്സിലാക്കണം. നമ്മളെപ്പോലെ നമ്മൾക്കും പറയാം, എന്നെപ്പോലത്തെ ഒരാളില്ല എന്ന് നമുക്കും പറയാം എന്ന് പറഞ്ഞ് മറുപടി പറയുന്നതിനേക്കാൾ ഉചിതവും സത്യവുമുള്ളത് ആ മറുപടിയെ ഞാൻ പരിഹസിക്കുകയല്ല. പക്ഷേ ആ മറുപടി വലിയ അപകടം ചെയ്യുന്ന മറുപടിയാണ്. കാരണം എന്തുകൊണ്ട്? എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്കാണെങ്കിൽ ലൈസ കമിഥിലി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു സാധനമില്ല എന്നുള്ള വാക്കിനൊരർത്ഥം ഉണ്ടാവില്ല. ലസ്തു കമിഥിലിക്കും, നിങ്ങളെപ്പോലത്തെ ഒരാളിൽ ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന് നബി തങ്ങൾ പറയുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. അതാർക്കും പറയാൻ പറ്റിയ വാക്കാണെങ്കിൽ അത് മദ്ഹിൻ്റെ സ്റ്റേജിൽ പറയുമ്പോൾ അതൊരു സ്റ്റേജാണെന്ന് മനസ്സിലാക്കണം. ആ സ്റ്റേജ് മറ്റ് ഔലിയാക്കന്മാരെക്കാണ് ഉയർന്ന സ്റ്റേജ് എന്ന് മനസ്സിലാക്കിക്കൂടാ. അത് നമുക്കറിയില്ല. അത് എന്ത് വിഷയത്തിൽ എന്നെപ്പോലെ ആളുകളില്ല, ഔലിയാക്കളില്ല എന്ന് പറഞ്ഞത് എന്ത് വിഷയത്തിലെന്ന് വൈലത്തൂർ പാപ്പനോട് CM വലിയുള്ള പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വിശദീകരിക്കുന്നതിന് അർത്ഥവുമില്ല.
അവിടുത്തെ ഉദ്ദേശം നമുക്കറിയില്ല. ഔലിയാക്കന്മാരുടെ വാക്കിനെ വിശദീകരിക്കാൻ നിന്നാൽ അത് ഇരുമ്പിൻ്റെ പത്രിയെ മെഴുകിൻ്റെ പല്ല് കൊണ്ട് ചവക്കും പോലെയാണെന്ന് സൂഫിയാക്കൾ പറഞ്ഞത് മറന്നു പോകരുത്. പല്ല് നഷ്ടപ്പെടുകയല്ലാതെ, ഈമാൻ നഷ്ടപ്പെടുകയല്ലാതെ ആ ആൾക്ക് അതിനെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. സി.എം. വലിയുള്ളാൻ്റെ പേരിൽ എത്രയോ ഉദ്ധരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് ഈ വരുന്നത്, എന്താണ് ഈ കേൾക്കുന്നത്? വൈലത്തൂർ പാപ്പ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം, അതും നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല. അത് വൈലത്തൂർ പാപ്പ വിശദീകരിക്കണം, അല്ലെങ്കിൽ സി.എം. വിശദീകരിക്കണം എന്നല്ലാതെ സി.എം. വലിയുള്ള പറഞ്ഞു 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 എന്തെല്ലാമാണ് സുബ്ഹാനല്ലാഹ് പാടുന്നതും കേൾക്കുന്നതൊക്കെ. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകൾ സി.എം. വലിയുള്ള പറഞ്ഞതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തോട് ആ വാക്കുദ്ധരിച്ച് ബഹുമാനപ്പെട്ട സി.എമ്മിൻ്റെ മഹത്വം കുറച്ച് കളയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത്, എന്തെങ്ങോട്ടാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം. സി.എം. വലിയുള്ള ഞങ്ങളെ പടച്ചവനാണ്. പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല. സി.എം. വലിയുള്ളാഹി തങ്ങൾ എല്ലാത്തിനേക്കാളും വലിയതാണ്, പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല. അങ്ങനത്തെ വാക്കുകളെല്ലാം ലിസാനുൽ ഖൗം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നീക്കേണ്ടതാണ്. ആ ലോകത്തുമായി ബന്ധമുള്ള ആളുകൾക്ക് അതിൻ്റെ അർത്ഥം തിരിയുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നൊരു മൂലയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തൊന്നായിട്ടെത്തുന്ന കാലമാണ്. വളരെ സൂക്ഷിക്കണം. സി.എം. വലിയുള്ള പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് പറയാനും എന്നല്ലാതെ അതും സംശയവാസ്പദമാകുന്ന കാര്യങ്ങൾ പറയരുത്. സംശയം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് സംശയം, വഹാബികൾക്ക് സംശയമോ, നിരീശ്വരവാദികൾക്ക് സംശയമോ, ട്രോളാൻ ഉദ്ദേശിക്കുന്നവർക്ക് സംശയമോ, അത് തീർക്കാൻ ഇസ്ലാമിന് കഴിയില്ല. കഴിയില്ല എന്ന് പറഞ്ഞാൽ ട്രോളുന്നതിനെ തൊട്ട് നിർത്താൻ കഴിയില്ല, മറുപടി അറിയാൻ കഴിയില്ല എന്നല്ല, മറുപടി എല്ലാത്തിനും മറുപടി അറിയാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഇതിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും മറുപടി അറിയാൻ കഴിയുന്ന മക്കളുണ്ട് താനും. എല്ലാത്തിലും സഖാഫിമാരും അസനിമാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് മറുപടി പറയാൻ കഴിയുന്നവർ. ബുദ്ധിയില്ലാത്തവരോടല്ലേ പറയുന്നത്. എന്ത് നിലക്ക് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്തവനാണ് ഈ ട്രോളുന്ന ആളുകൾ. അവർക്കതൊരു ജോലിയാണ്. പക്ഷെ അവരുടെ മുമ്പിലേക്ക് അല്ലല്ലോ നമ്മൾ ഈ കാര്യം പറയുന്നത്. മുഅ്മിനീങ്ങളായ സുന്നികളായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയുക, അതാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയരുത് എന്നതാണ്. ലോകത്തിനാകെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതാകും മുസ്ലിമീങ്ങൾ. അവർ അവരുടെ മതത്തിൽ നടക്കുന്നു. അപ്പോൾ അവർ നമ്മളോട് സ്വാഭാവികമായി എതിരാകുന്നു. എതിരാകുന്നതിനകത്ത് കസറുണ്ടാക്കുന്നുള്ള അർത്ഥത്തിനല്ല, ആശയപരമായി എതിരാകുന്നു. ഇത് സ്വാഭാവികമാണ്. അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. അതിരിക്കട്ടെ. ഏതായിരുന്നാലും മഹാനായ വൈലത്തൂർ പാപ്പാനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനതങ്ങ് പറഞ്ഞു പോയതാണ്. വൈലത്തൂർ പാപ്പ കരിങ്കപ്പാറ ഉസ്താദ് വലിയ മഹാനായിരുന്നു. വൈലത്തൂർ പാപ്പ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഖലീഫയാണ്. ഒരു സാധാ ഖലീഫയല്ല. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ശിഷ്യനാണ് അസ്ഹരി തങ്ങൾ. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ശിഷ്യനാണ് കെ ഹസ്രത്ത്. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ശിഷ്യനാണ് വൈലത്തൂർ ഉസ്താദ്. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ വലിയ വലിയ ബഹറുകളായ ശിഷ്യന്മാരുണ്ട്. അവരൊന്നും ഏൽപ്പിക്കാത്ത തരീഖിൻ്റെ ജുല്ലുൽ വലായിഫിൻ്റെ ഖിലാഫത്ത് ഏൽപ്പിച്ചത് വൈലത്തൂർ തങ്ങളെയാണ്. കരിങ്കപ്പാറ ഉസ്താദ് ഏൽപ്പിച്ചത് തിരുരങ്ങാടി ഞങ്ങളുടെ ഉസ്താദ്, ചെറിയ ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ഹസ്സൻ മുസ്ലിയാർ അടക്കമുള്ള ശിഷ്യന്മാർ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഇജാസത്ത് വാങ്ങാൻ പോയിരുന്നത് വൈലത്തൂർ പാപ്പാൻ്റെ അരികിലായിരുന്നു. വൈലത്തൂർ പാപ്പാക്ക് കരിങ്കപ്പാറ ഉസ്താദ് അവിടുത്തെ കയ്യിലുള്ള ഇജാസത്ത് മുഴുക്കെ നൽകിയിരിക്കുന്നു. വൈലത്തൂർ പാപ്പയാണ് ഇപ്പോഴും അവരുടെ മക്കളാണ് അവിടുത്തെ നേർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്.
പുത്തമ്പള്ളിയിൽ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത് ഉസ്താദ് അക്കാലത്ത് ഗുഹയിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ മഹാനും പണ്ഡിതനും ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ചട്ടിക്കൽ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൂട്ടായി പള്ളിയുടെ അരികിൽ കിടക്കുന്ന മഹാനവർകൾ ഗോളശാസ്ത്രത്തിലും മറ്റു ഫന്നുകളിലുമെല്ലാം വലിയ കഴിവുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ കയ്യിലുള്ള ഒരു വളീഫയുടെ പേരാണ് ജുല്ലുൽ വലായിഫ്. അവരുടെ കയ്യിലും ഉണ്ടായിരുന്ന ഒരു വളീഫയാണ് ജുല്ലുൽ വലായിഫ് എന്ന് പറഞ്ഞാൽ അധിക ദിക്റുകളുടെയും ഇജാസത്ത് എന്നാണ്. എന്നാൽ ഉദ്ദേശം എല്ലാ ദിക്റുകളുടെയും ഇജാസത്ത് എന്നാണ്. അദബിന് വേണ്ടി ജുല്ല് എന്ന പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിക്റുകൾക്കും ഇജാസത്ത് കൊടുക്കാനുള്ളതായ സ്ഥാനം, ആ സ്ഥാനം ബഹുമാനപ്പെട്ട അബ്ദുള്ള കുട്ടി മുസ്ലിയാർ ചട്ടിക്കൽ അബ്ദുള്ള കുട്ടി മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നു. ഇതൊന്ന് ഏൽപ്പിക്കാൻ, മരണം മുമ്പ് ഏൽപ്പിക്കാൻ ഒരാളെ കിട്ടാൻ, അതിന് പറ്റിയ ഹൃദയമുള്ള ഒരാളെ കിട്ടാൻ നോക്കിയിട്ട് കിട്ടായിട്ട് നിൽക്കുമ്പോഴാണ് അവരെ കാണാൻ കരിങ്കപ്പാറ ഉസ്താദ് ചെല്ലുന്നത്. കരിങ്കപ്പാറ ഉസ്താദ് ചെറിയവരല്ല, പുറത്ത് ഫഖീഹും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനും തുല്യതയില്ലാത്ത കഴിവുള്ളവരുമായിരുന്നു. തൊഹ്ഫ കാണാപാഠം പോലെ പറയുന്നവരായിരുന്നു. അവരുസ്താദ് ഇരുമ്പാലശ്ശേരിയും അങ്ങനെയായിരുന്നു. അവരുസ്താദ് അബ്ദുറഹ്മാൻ പാനായിക്കുളം അങ്ങനെയായിരുന്നു. അവരുസ്താദ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ അങ്ങനെയായിരുന്നു. അവരുസ്താദ് ഉമർ ഖാദി അങ്ങനെയായിരുന്നു. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ കഴിവ് ചില്ലറയല്ല. വലം യുറുവ ഫിൽ ഫത്വ വലം യുറുവ അൻഹു ഫിൽ ഫതാവ നഖീസതൂൻ വൈസ്നീദു ഫത്വാഹു ഇലാ മിസ്ലി തുഹ്ഫതി. വൈലത്തൂർ ഉസ്താദിൻ്റെ സങ്കടഗാനത്തിൽ കാണാം, അവർ ഫത്വ കൊടുത്തിട്ട് ആരും ആ ഫത്വയെ എതിർത്ത സംഭവമില്ല, ഒരു പണ്ഡിതനും തൊട്ടിട്ടില്ല. വൈസ്നീദു ഫത്വാഹു ഇലാ മിസ്ലി തുഹ്ഫതി. അവിടുന്ന് ഒരു ഫത്വ പറയുകയാണെങ്കിൽ തുഹ്ഫ പോലുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് മാത്രമേ പറയാറുള്ളൂ. അവിടത്തെ സംബന്ധിച്ച് നീണ്ട് സംസാരിക്കണം, ഞാനതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ കരിങ്കപ്പാറ ഉസ്താദ് ഫതുഹുൽ മൊഴീൻ്റെ ആളാണ്. ഫതുൽ മൊഴീൻ കരിങ്കപ്പാറ ഉസ്താദിൻ്റെതാണെന്ന് തോന്നിപ്പോകും. ആ രൂപത്തിൽ ഫതുൽ മൊഴീനെ പരിചയപ്പെടുത്തിയത് കരിങ്കപ്പാറ ഉസ്താദാണ്. ആ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ആത്മീയമായ വളർച്ച ചില്ലറയല്ല. ഖാജാ തങ്ങളുടെ അരികിലേക്ക് കരിങ്കപ്പാറ ഉസ്താദിൻ്റെയൊക്കെ നിജാദത്ത് വാങ്ങിയ ഒരാൾ പോയി. അങ്ങനെ ഖാജാ തങ്ങളെ കണ്ടപ്പോൾ, ഖാജാ തങ്ങളുടെ മാസമല്ലേ, ആര് ചെന്നാലും സ്വീകരിക്കുന്നൊരു കയ്യാണ് ആ കൈ. തഖ്വക്ക് വേണ്ടി ചെന്നോ ആ തഖ്വ നൽകും, കുഞ്ഞന് വേണ്ടി ചെന്നോ കുഞ്ഞനെ നൽകും. എനിക്ക് കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇസാസിൽ പറയുന്നില്ല. സാമ്പത്തികമായി ഞെരുക്കത്തിന് ചെന്നോ അത് തരും, തഖ്വക്ക് വേണോ അത് തരും, ത്വരീക്ക് വേണോ അത് തരും. കള്ളത്തരത്തിലായിട്ട് നടന്ന ആളുകൾക്ക് അവരെ തള്ളി മാറ്റുക അങ്ങനെയില്ല. അവർക്ക് ആ നിയമമൊന്നുമില്ല. അവർ ആഖിറത്തിലാണുള്ളത്. അവർക്ക് ഇസ്ലാമിൻ്റെ നിയമം ബാധകമല്ല. അവർ ആരെയും സ്വീകരിക്കുന്നൊരു പ്രകൃതിയുള്ള കമാലിൻ്റെ ഔലിയാക്കൾ, ജമാലിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽപ്പെട്ടവരാണ്. ചിലർ അങ്ങനത്തെവരെ സ്വീകരിക്കാത്തവരുമുണ്ട് ഔലിയാക്കളിൽ. അവർ ജലാലിൻ്റെ ഔലിയാക്കൾ എന്നാണ് അവർക്ക് പേര് പറയുക. ഖാജാ തങ്ങളുടെ ഹദറത്തിൽ ആരും വരും. എന്നാൽ അവിടത്തോട് ബന്ധമുള്ള ആളുകൾ, അവിടത്തോട് ആത്മീയമായി ബന്ധമുണ്ടാക്കാൻ പോകുന്നവർ വളരെ കുറവാണ്. അള്ളാഹുവിലേക്ക് എനിക്ക് എത്തണമെന്ന നിലക്ക് ഖാജയിലേക്ക് എത്തിപ്പെടുന്നവർ കുറവാണ്. സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങൾക്ക് മാത്രമാണ് ഖാജയെ അവലംബമാക്കുന്നത്. എല്ലാവരുടെയും അവസ്ഥ അതാണ്. എനിക്കൊന്ന് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന നിലക്കാണ് ഖാജയെ അവലംബമാക്കുന്നതെങ്കിൽ ആ ഖാജയുടെ കൈ കിട്ടിയാൽ വല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അങ്ങനെ പോകുന്നവർ കുറവാണ്. അങ്ങനെ പോയ ആളുകളിൽ പലരിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞ അനുഭവം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ 20 വർഷം ഖാജയുടെ അരികിൽ കൂടിയിട്ട് ഒരു ദിവസം 3 ദിവസമല്ലാതെ ഖാജൻ്റെ മക്കാമിൻ്റെ അരികിലേക്ക് വരാൻ ആ പെണ്ണിന് സമ്മതം കിട്ടിയില്ല. കാരണം അവിടെ പുരുഷന്മാരുണ്ട് എന്നാണ് ഖാജ പറഞ്ഞത്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴോ ആണും പെണ്ണും കലർന്ന ജീവിതമല്ലേ, അതവരുടെ ഡോക്ടറെ അടുത്ത് നിൽക്കും പോലെയുള്ള ജീവിതമാണ്.
സിയാറത്തിന് വേണ്ടി വരുന്നതല്ല. അവിടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വരുന്നതാണ്. മെഡിക്കൽ കോളേജിലേക്കും മറ്റു ഹോസ്പിറ്റലിലേക്കും വരുമ്പോൾ ഏത് രോഗിയും സ്വീകരിക്കുന്നത് പോലെയാണ് ഖാജയുടെ മനസ്സും ഖാജയുടെ പ്രവർത്തനവും ഉള്ളത്. എന്നാൽ ആ ഉമ്മ പറയുന്നു, എന്നോട് പറഞ്ഞതാണ്, എന്നോട് 3 പ്രാവശ്യമാണ് എനിക്ക് സമ്മതം തന്നത്. 20 വർഷം ഖാജയുടെ അങ്ങകലെ റൂമിൽ താമസിച്ചിട്ട് 10 വയസ്സിൽ മുകളിലുള്ളവരെ കാണരുത് എന്നോട് നിർബന്ധം പറഞ്ഞിട്ട്, വല്ല പ്രശ്നവും നിനക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയോട് ഒരിക്കലും ഇങ്ങോട്ട് അടുക്കരുത്, മക്കാമിൻ്റെ അരികിലേക്ക് വരരുത് എന്നും 20 വർഷത്തിൻ്റെ ഇടയിൽ ആൾ കുറഞ്ഞ ടൈം നോക്കിയിട്ട് 3 പ്രാവശ്യം മാത്രമേ പോകാൻ ഖാജ സമ്മതം തന്നുള്ളൂ എന്നും പറഞ്ഞെങ്കിൽ ആരൊക്കെയാണ് ഖാജയെ സിയാറത്തിന് പോകുന്നവർ? കയ്യും കാലും കാണിച്ചും അത് കാണിച്ചും ഇത് കാണിച്ചും ടൂറിൻ്റെ പേരും പറഞ്ഞുള്ള ആണുങ്ങളുള്ള പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഖാജൻ്റെ അടുത്ത് പോയാൽ പ്രശ്നം തീരൂല എന്നെല്ലാം പറഞ്ഞത്. പക്ഷേ ആഖിറത്തിൽ സങ്കീർണ പ്രശ്നത്തിലേക്ക് എത്തുന്നതാണ്. സിയാറത്തിന് കുറേ നിയമമുണ്ട്. ഇത് സിയാറത്തല്ല. ഞാൻ പോകുന്നതിൻ്റെ എതിര് പറയുകയല്ല, പോകുന്നത് സിയാറത്തെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ആ ഖാജയുടെ ആത്മീയ ലോകത്തേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ വഴിയിലേക്ക് പോകണമെങ്കിൽ വലിയ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പോകണം, എന്നാലേ ലഭിക്കുകയുള്ളൂ. കുട്ടികളെ കിട്ടാൻ അങ്ങനെ പോകണമെന്നില്ല, സമ്പത്തിൻ്റെ വിഷയത്തിന് അങ്ങനെ പോകണമെന്നില്ല. എന്ത് പ്രശ്നത്തിനും ഖാജയുടെ പടിവാതിൽ കാണാത്തവരില്ല. ഇന്ത്യ രാജ്യത്ത് ഭരണരംഗത്തേക്ക് വന്ന എല്ലാ ഭരണാധികാരികളും ഖാജയെ സമീപിക്കാത്ത, അല്ലെങ്കിൽ ഖാജയുടെ മക്കാമിൽ പുടയിടാത്ത ഒരു ഭരണാധികാരി ഇന്ത്യയിൽ മോഡി അടക്കമില്ല. എല്ലാവരും കീഴൊതുങ്ങുന്ന സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താനാണ് ഖാജാ തങ്ങൾ. അള്ളാഹു അവിടുത്തെ വഫാത്തിൻ്റെ ദിവസമാണിന്ന്. അള്ളാഹു അവിടുത്തെ മദത് നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ മുരീദന്മാരിൽ ദിഷ്തി ത്വരീഖിലും അതുപോലല്ലാതെ അതില്ല കദമിലും അതില്ല ആലുകളിലൊക്കെ അള്ളാഹു താല നമ്മളെ ബന്ധപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഖാജാ തങ്ങൾ അരികിലേക്ക് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദ് ഇജാദത്ത് കൊടുത്ത ഒരാൾ, ഇജാദത്താണ് ഇജാസിയത്ത് എന്ന് ചിലർ പറയും, ശരിയല്ല. കബൂലാണ്, കബൂലിയത്ത് എന്ന് പറയുന്നത് ശരിയല്ല. അതിരിക്കട്ടെ, ഇജാദത്ത് കൊടുത്ത ഒരാൾ ഒരു നിന്നെ ദിക്ർ ചൊല്ലിക്കോനി എന്ന് പറഞ്ഞ് ഇജാദത്ത് കൊടുത്ത ഒരു നാടൻ മനുഷ്യൻ, കരിങ്കപ്പാറ ഉസ്താദിനെ ഇജാദത്ത് കിട്ടിയ മനുഷ്യൻ ഖാജ തങ്ങളെ സിയാറത്ത് ചെയ്തപ്പോൾ ഒരു ദിവസം ഖാജയെ കണ്ടപ്പോൾ ഖാജയെ ഉറക്കത്തിൽ ഇഷ്ടം പോലെ കാണാൻ കഴിയും. അതൊരു വലിയ കറാമത്തൊന്നുമല്ല, ഖാജയുടെ കറാമത്താണെന്നല്ലാണ്ട് അത് ഈ ആൾക്ക് വലിയ കറാമത്തൊന്നുമല്ല. ആൾക്ക് സന്തോഷം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ വലിയ മർത്തബയിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നതും തെറ്റാണ്. ആ മർത്തബയൊന്നുമല്ല. മർത്തബ എന്ന് പറയുന്നത് സ്വപ്നത്തിൽ കുറേ കാണലല്ല. ആ മർത്തബ അനുഭവിക്കലാണ്, അള്ളാഹുവിനെ അനുഭവിക്കലാണ് മർത്തബ. എത്ര കണ്ട് അള്ളാഹുവിനെ നബിയെ അനുഭവിച്ചോ അവിടെയാണ് മർത്തബയുള്ളത്. മറ്റുള്ളതെല്ലാം ആനന്ദങ്ങളും സന്തോഷങ്ങളുമാണ്. റസൂലുള്ളാഹിനെ കാണുന്നത് സന്തോഷമാണ്. പക്ഷെ കണ്ടവനേക്കാൾ മഹാന്മാരായ കാണാത്തവർ കുറേ ഉണ്ടാകും. കണ്ടവൻ ഒരു വലിയ മർത്തബയുള്ളവനല്ല, ഒരു ഫളല് കിട്ടിയവനാണ്, ഒരു അനുഗ്രഹം കിട്ടിയവനെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഞാൻ 10 വട്ടം നബിയെ കണ്ടു, ഞാൻ 20 വട്ടം കണ്ടു, നടിക്കണ്ട, പവർ പറയണ്ട. അത് അനുഗ്രഹമായി പറഞ്ഞോ തെറ്റില്ല. പക്ഷേ പറയേണ്ടവരോട് പറയാവൂ. ഖാജയെ കണ്ടപ്പോൾ ഖാജ അദ്ദേഹത്തിനോട് രോഗങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് ഇജാദത്ത് തന്നൊരു ഷെയ്ഖില്ലേ നിങ്ങളുടെ നാട്ടിൽ, അവരരികിൽ ചെന്നിട്ട് ആ ഇജാദത്ത് തന്നെ വാങ്ങിച്ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഖാജ പറഞ്ഞത് ഇത് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ സ്മരണികയിൽ വായിക്കാൻ കഴിയും. അതാണ് കരിങ്കപ്പാറ ഉസ്താദ്, അതാണ് ഖാജ. അങ്ങനെയുള്ള കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ആത്മീയമായ വളർച്ച കണ്ട, ആ ഹൃദയത്തിൻ്റെ വിശാലത കണ്ട ഹൃദയമാണല്ലോ ഔലിയാക്കളുടെ നോട്ടസ്ഥലം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകമെന്നോവർ. ഒരാളുടെ കൽബ് കാണുക അപകടമാണ്, അതൊരു ഗുണമുള്ള സാധനമല്ല. ഒരാളുടെ ഔറത്ത് കാണുക അപകടമാണ്, ഒരാളുടെ രഹസ്യം അറിയുക അപകടമാണ്. അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. ഒരു മൂമിനായ മനുഷ്യൻ്റെ ഐബറിഞ്ഞിട്ട് ആ ആളെ കാണുമ്പോഴൊക്കെ ഐബ് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ ഇവനക്കൊരു കുറ്റം എഴുതപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരാളെ ഐബറിയാൻ അവകാശമില്ല. ചിലർ മനസ്സിലാക്കി വെച്ച് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഐബറിയലാണ്. നല്ലല്ലല്ല, അത് ത്വരീക്കത്തല്ല. ഒരാളെ ഐബറിയുക, ഒരാളെ കൽബിൻ്റെ അവസ്ഥ അറിയുക, ഒരാളുടെ മനസ്സിലെ ചിന്തകൾ അറിയുക,
അതിന് ചികിത്സിക്കാൻ പറ്റിയ ഡോക്ടർമാർക്ക് മാത്രം അറിയേണ്ട കാര്യമാണ്. ബിന്ദുവാരത്തെ സംബന്ധിച്ചുള്ള പഠനം അതിനെപ്പറ്റി ചികിത്സിക്കുന്ന ഡോക്ടർ അറിയേണ്ടതാണ്. കണ്ണിനെ പറ്റിയുള്ള പഠനം അത് കണ്ണ് ചികിത്സിക്കുന്ന ഡോക്ടർ അറിയേണ്ടതാണ്. നാവിനെ പറ്റിയുള്ള പഠനം നാവ് ചികിത്സിക്കുന്ന ഡോക്ടർ അറിയേണ്ടതാണ്. തലച്ചോറിനെ പറ്റിയുള്ള ചികിത്സ തലച്ചോറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അറിയേണ്ടതാണ്. എന്നല്ലാതെ എല്ലാവർക്കും എല്ലാവരുടെയും ഹൃദയം അറിയുന്നത് തസൗഫല്ല. അത് വലിയ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അതുകൊണ്ടാണ് ഇൽമുൽ ഫറാസയിൽ പാണ്ഡിത്യം നേടുന്നത് വലിയ അപകടമാണെന്ന് ചില മഹാന്മാർ പറയാനുള്ള കാരണം, ഒരാളുടെ രഹസ്യം അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിന് നമുക്ക് അവകാശമില്ല. ആ പഠനങ്ങൾക്കൊന്നും അർത്ഥമില്ല. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ മുറബ്ബിയായ ഷെയ്ഖാണ്, ഡോക്ടറാണ്. ആത്മീയമായി തളർന്നവനെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചവരാണ്. അവർക്ക് അറിയുന്ന അറിവാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽവറിയുക എന്നുള്ളത്. അതവർക്ക് അത്യാവശ്യമാണ്. അവർക്കതറിയില്ലെങ്കിൽ തർബിയത്ത് ചെയ്യാൻ കഴിയില്ല. ഒരു മുരീദിൻ്റെ ഹൃദയം എങ്ങനെയുണ്ടോ ആ ഹൃദയത്തെപ്പറ്റി അറിയാതൊരു ശൈഖ് അയാളെ ഏറ്റെടുക്കാൻ പാടില്ല. പ്രധാനമായും സ്വീകരിക്കേണ്ടത് മുതഅല്ലിമീങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് ഇജാദത്ത് കൊടുത്ത് ശൈഖാക്കലല്ല. ഇന്നരികിലെ അവർ തെറ്റിദ്ധരിക്കും നമ്മൾ ശൈഖാണെന്ന്. അതിന് നമ്മൾ കുറ്റക്കാരാകും. നമ്മൾക്ക് സൂൽ നഊദു ബില്ലാഹ് അങ്ങനത്തെവർക്ക് സൂൽ ഖാത്തിമ വരുമെന്ന് ഇമാം ശിൻഖീത്തി തങ്ങൾ പറഞ്ഞതായി കാണാം. ശൈഖല്ലാതെ ശൈഖാകുക ആളുകളത് കൂട്ടത്തിൽ ആൾക്കാർക്ക് എന്ത് തോന്നുന്നു, ഇയാൾ ഷെയ്ഖാണിന്നെ, ഇയാളെന്നെ ആഖിറവും ദുന്യാവും രക്ഷിക്കും, ദുന്യാവിൽ എന്നെ തർബിയത്ത് ചെയ്യുന്നു വരുത്തി തീർക്കുന്ന വാക്കുകളും മറ്റും പറയാം. 3-4 സ്വപ്നങ്ങളായിരിക്കും അതിന് തെളിവ്. സ്വപ്നത്തിന് ഇസ്ലാമിൽ ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല. മതപരമായ ഹുക്കുമിൽ വിധികളിൽ ഒരു വിലയുമില്ല. അത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് ഒരു ഫളിലാണ്. പക്ഷേ അതുകൊണ്ടൊരു ഹുക്കുമ് പറയാനോ ഒരു മസല പറയാനോ കഴിയുകയില്ല. പിശാച് റസൂലുള്ളാഹിൻ്റെ കോലത്തിൽ കോലപ്പെടുകയില്ല എന്നതാണ്. ഒരു കോലത്തിലും റസൂലുള്ളാഹിൻ്റെ കോലത്തിൽ കോലപ്പെടുകയില്ല എന്ന്, റസൂലുള്ളയാണെന്ന് പറഞ്ഞ് ഒരു കോലത്തിലും വരികയില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ റസൂലുള്ളയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോലത്തിലും റസൂലുള്ളയാണെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ കഴിയില്ല പിശാചിന്. ആ പിശാചിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു കോലത്തിലും വരാൻ സാധ്യമല്ല എന്ന് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ പറയുന്നു. അതാണ് ബലപ്പെട്ട അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ. അങ്ങനത്തെ പിശാചും നബി തങ്ങളെ കാണിച്ചു തരാൻ കഴിയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. നബി തങ്ങളെ കോലത്തിൽ പിശാച് കോലപ്പെടുകയല്ലാതെ നബി തങ്ങളെ കാട്ടിത്തരാൻ ഏറ്റവും കഴിയുന്നവനാണ് പിശാച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങളെ കാണിച്ചു തരാൻ, നമ്മളുടെ ഇടയിലും നബിയുടെ ഇടയിലുള്ള ഹിജാബ് നീക്കിത്തരാൻ ആകെ തടസ്സമുള്ള ഹിജാബ് മറ ഇബ്ലീസാണ്. അവനൊന്ന് മാറി നിന്നാൽ നബി തങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ പിശാച് നബി തങ്ങളെ കാട്ടിത്തരാൻ പറ്റിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ഷെയ്ഖാണ്. ആ പിശാച് നബി തങ്ങളെ രൂപത്തിൽ അവന് കോലപ്പെടാൻ കഴിയില്ലെങ്കിലും നബി തങ്ങളെ രൂപത്തെ അവനക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്ന് ഒരു ഹദീസിലും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെച്ചാണ് ഇന്ന് ത്വരീഖത്ത് വിലയിരുത്തുന്നത്. അതൊക്കെ വെച്ചാണ് സത്യാസത്യങ്ങൾ ഇന്ന് വേർതിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് വെച്ചല്ലാതെ സത്യാസത്യം വേർതിരിക്കാൻ പാടില്ല. ശരീഅത്താണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് പോയതാണ്.